കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഈ ജില്ലയ്ക്കുണ്ട്. അതൊരു വികസനത്തിന്റെയോ നേട്ടങ്ങളുടെയോ പേരിലല്ല, മറിച്ച് ചോരയുടെയും ബോംബുകളുടെയും പേരിലാണ്. കാലം എത്ര കഴിഞ്ഞാലും ഈ ചോരക്കറ മായുന്നില്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിൽ നടന്ന സ്ഫോടനം. ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ പതിവ് പോലെ ചില ശ്രമങ്ങളൊക്കെ നടന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം നൈസിൽ RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള കഠിന ശ്രമങ്ങൾ. എന്നാൽ പുറത്തു വന്ന തെളിവുകളെല്ലാം നുണക്കഥകളും പൊളിച്ചെഴുതുന്നതാണ്. പാർട്ടി ഗ്രാമത്തിലെ ദുരൂഹ സ്ഫോടനം കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിൽ പുലർച്ചെ 2 മണിയോടെയാണ് ആ വലിയ ശബ്ദം കേട്ടത്. CPM പാർട്ടി ഗ്രാമമായ കീഴറയെ ഞെട്ടിച്ച ആ ശബ്ദം, സംഭവം നടന്ന വീട് പൂർണ്ണമായും തകർന്നു, ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു. എത്ര പേർ മരിച്ചു എന്നതിന് പോലും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇത് പടക്ക നിർമ്മാണത്തിനിടെ സംഭവിച്ച അപകടമാണെന്ന പ്രചാരണം ശക്തമായി. ലൈസൻസ് ഇല്ലാത്ത പടക്ക നിർമ്മാണം എന്ന വാദം ബോംബ് നിർമ്മാണത്തിന് നടന്നുവെന്ന സാധ്യതയെ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് പകൽ പോലെ വ്യക്തം. എന്നാൽ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയ പൊട്ടാത്ത നാടൻ ബോംബുകൾ ഈ വാദങ്ങളെല്ലാം തകർത്തെറിഞ്ഞു. ഇത് കേവലം പടക്ക നിർമ്മാണമായിരുന്നില്ല, മറിച്ച് ബോംബ് നിർമ്മാണ കേന്ദ്രമായിരുന്നുവെന്ന് പോലീസ് പോലും പ്രാഥമികമായി സ്ഥിരീകരിച്ചു. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഈ സംഭവം CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ പുതിയ അധ്യായമാണ് തുറന്നിട്ടിരിക്കുന്നത്. കണ്ണൂരിന്റെ ചോര പുരണ്ട ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. കണ്ണൂർ ജില്ലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെയും ബോംബ് സ്ഫോടനങ്ങളുടെയും ഒക്കെ ഓർമ്മകളാണ്. കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ സാഹചര്യം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുവെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ ഷിബിൻ കൊല്ലപ്പെട്ടതും അടുത്തിടെ നടന്ന ചില സംഭവങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സ്ഫോടനങ്ങളെല്ലാം CPM പാർട്ടി ഗ്രാമങ്ങളിലാണ് നടന്നതെന്ന് വെറും യാദർച്ഛികവുമല്ല. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്ന സമീപനം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു. കൂടാതെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കോളിളക്കം സൃഷ്ടിച്ച അതേ പ്രദേശത്തിന് സമീപത്താണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം CPM കേന്ദ്രങ്ങളാണ്. CPMന്റെ പാർട്ടി ഗ്രാമത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും നിസ്സംഗത സംശയാസ്പദമാണ്. ഇത് വെറും യാദർച്ഛികമല്ല, മറിച്ച് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം ഇപ്പോഴും സജീവമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. സ്ഫോടനം നടന്ന വീട് വാടകയ്ക്ക് എടുത്തത് അനൂപ് എന്നയാളാണ്. ഇയാൾക്ക് മുമ്പും സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാത്രിയിൽ ആളനക്കമില്ലാത്ത സമയത്താണ് ഇവർ വീടുകളിൽ വരികയും പോവുകയും ചെയ്യുന്നത്. വീട്ടിൽ ലൈറ്റ് പോലും ഇടാറില്ലായിരുന്നു. ഇത് വ്യക്തമാക്കുന്നത് രഹസ്യ സ്വഭാവമുള്ള എന്തോ കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തുള്ള വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകൾ തകർന്നു, ഭിത്തികളിൽ വിള്ളലുകൾ വീണു. ഇത് കേവലം ചെറിയ പടക്കങ്ങൾ പൊട്ടിയാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളല്ല, വലിയൊരു ബോംബ് പൊട്ടിയാൽ മാത്രം സംഭവിക്കാവുന്ന തരത്തിലുള്ള നാശനഷ്ടങ്ങളാണിത്. ഇതിൽ നിന്നും തന്നെ സ്ഫോടനത്തിന്റെ തീവ്രത എത്ര വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കാം. CPMന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയും സമാധാനത്തെക്കുറിച്ച് വീമ്പിളക്കുകയും ചെയ്യുന്ന CPM നേതൃത്വത്തിന് സ്വന്തം പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് കേരളം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാർ തന്നെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അതിലൂടെ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെ പടക്ക നിർമ്മാണം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.